ഏതാനും മാസങ്ങൾക്കിടയിൽ യുക്രൈൻ തലസ്ഥാനമായ കീവ് സാക്ഷ്യം വഹിച്ചതിൽ വെച്ച് ഏറ്റവും ഭീകരവും തീക്ഷ്ണവുമായ വ്യോമാക്രമണമാണ് റഷ്യ ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. പീരങ്കി ഉണ്ടകളും ഡ്രോണുകളും ക്രൂസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഒരേ സമയം വർഷിച്ചുകൊണ്ട് റഷ്യൻ സൈന്യം കീവിനെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന വലിയൊരു സൈനിക നീക്കത്തെക്കുറിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കകമാണ് ഈ കടുത്ത ആക്രമണം ഉണ്ടായത് എന്നത് സംഭവത്തിന്റെ ആസൂത്രണത്തെ വ്യക്തമാക്കുന്നുണ്ട്. അർദ്ധരാത്രിയോടെ ആരംഭിച്ച ഈ വ്യോമാക്രമണം പുലർച്ചെ വരെ നീണ്ടുനിന്നു എന്നാണ് കീവിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. റഷ്യൻ സൈന്യം തങ്ങളുടെ അത്യാധുനിക ആയുധശേഖരം മുഴുവൻ കീവിനെ തകർക്കാനായി ഉപയോഗിച്ച മട്ടിലാണ് ആക്രമണത്തിന്റെ തീവ്രത അനുഭവപ്പെട്ടത്. ആകാശത്ത് നിന്ന് ഒന്നിനു പിറകെ ഒന്നായി പാഞ്ഞെത്തിയ മിസൈലുകൾ കീവിന്റെ ആകാശത്തെ ചുവപ്പിച്ചു. റഷ്യയുടെ കനത്ത ആക്രമണത്തിൽ ജനവാസ മേഖലകളാണ് ഏറ്റവും കൂടുതൽ തകർന്നടിഞ്ഞത്. കീവിലെ നിരവധി പാർപ്പിട സമുച്ചയങ്ങൾക്കും ഫ്ളാറ്റുകൾക്കും നേരെ മിസൈലുകൾ പതിച്ചു. യുക്രൈനിലെ സാധാരണക്കാരായ ജനങ്ങൾ ഉറങ്ങിക്കിടന്ന സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത് എന്നത് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നുണ്ട്. പാർപ്പിട സമുച്ചയങ്ങൾക്ക് പുറമെ കീവിലെ പ്രമുഖമായ ഒരു ഹോട്ടലിന് നേരെയും റഷ്യൻ മിസൈൽ പതിച്ചതായി യുക്രൈൻ ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിദേശ പ്രതിനിധികളും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ തങ്ങാറുള്ള ഈ മേഖലയിലെ ആക്രമണം ബോധപൂർവം അന്താരാഷ്ട്ര ശ്രദ്ധ നേടാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണോ എന്നും സംശയിക്കപ്പെടുന്നു. ആക്രമണത്തെ തുടർന്ന് വലിയ തോതിലുള്ള ജീവഹാനിയും നാശനഷ്ടങ്ങളുമാണ് തലസ്ഥാന നഗരിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് പ്രാഥമിക വിവരങ്ങൾ. എന്നാൽ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ സേന വ്യക്തമാക്കുന്നുണ്ട്. ആക്രമണം ഉണ്ടായ ഉടൻ തന്നെ ഉക്രൈനിലെ അടിയന്തര രക്ഷാപ്രവർത്തകരും അഗ്നിശമന സേനയും രംഗത്തിറങ്ങി. തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ അതിജീവിച്ചവർക്കായി അവർ കഠിനമായ തെരച്ചിൽ നടത്തുകയാണ്. പുകയും തീയും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ജീവനോടെ ആളുകളെ പുറത്തെടുക്കുക എന്നത് രക്ഷാപ്രവർത്തകർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കീവിൽ മാത്രമല്ല, യുക്രൈനിലെ മറ്റ് നിരവധി പ്രമുഖ നഗരങ്ങളിലും ഒരേ സമയം വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റഷ്യയുടെ ആക്രമണം കേവലം തലസ്ഥാന നഗരിയെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ലെന്നും മറിച്ച് യുക്രൈന്റെ മൊത്തത്തിലുള്ള പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യുക്രൈനിലുടനീളം വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നഗര വ്യത്യാസമില്ലാതെ ജനങ്ങളോട് സുരക്ഷിതമായ ബങ്കറുകളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങൾ ഭയചകിതരായി മെട്രോ സ്റ്റേഷനുകളിലും ഭൂഗർഭറകളിലും അഭയം തേടിയിരിക്കുകയാണ്. പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ മുന്നറിയിപ്പ് എത്രമാത്രം കൃത്യമായിരുന്നുവെന്നാണ് ഈ ആക്രമണം തെളിയിക്കുന്നത്. റഷ്യ വലിയൊരു വ്യോമാക്രമണത്തിന് പദ്ധതിയിടുന്നുണ്ടെന്ന് അദ്ദേഹം കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ അറിയിച്ചിരുന്നു. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും റഷ്യയുടെ ഈ കൂറ്റൻ മിസൈൽ തരംഗത്തെ പൂർണ്ണമായി തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല എന്നത് യുക്രൈനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. റഷ്യയുടെ ഈ രാത്രികാല ആക്രമണം യുദ്ധത്തിന്റെ തീവ്രത ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് ലോകത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി യുദ്ധഭൂമിയിൽ നിന്നും വലിയ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും റഷ്യ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിപ്പിടിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും വലിയ ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ കടുത്ത ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആഗോള ശക്തികളുടെ മധ്യസ്ഥതയിലുള്ള ചർച്ചകളെയും സമാധാന നിർദ്ദേശങ്ങളെയും റഷ്യ പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്നതിന്റെ തെളിവാണ് കീവിലെ മിസൈൽ വർഷം. യുക്രൈന്റെ ആത്മവീര്യം തകർക്കുക എന്ന തന്ത്രപരമായ ലക്ഷ്യവും റഷ്യൻ ആക്രമണത്തിന് പിന്നിലുണ്ട്. തലസ്ഥാന നഗരിയായ കീവിനെ നിരന്തരം ആക്രമിക്കുന്നതിലൂടെ ഭരണകൂടത്തെയും ജനങ്ങളെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കാൻ റഷ്യക്ക് സാധിക്കും. കടുത്ത ശൈത്യവും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളും നിലനിൽക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നത് യുക്രൈനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് യുക്രൈന് ലഭിക്കുന്ന സൈനിക സഹായങ്ങൾക്കുള്ള റഷ്യയുടെ മറുപടി കൂടിയാണ് ഈ ആക്രമണം. തങ്ങളെ എത്രമാത്രം ഉപരോധിച്ചാലും അത്യാധുനിക മിസൈലുകൾ ഉപയോഗിച്ച് ദീർഘദൂര ആക്രമണങ്ങൾ നടത്താൻ തങ്ങൾക്ക് ഇപ്പോഴും കെൽപ്പുണ്ടെന്ന് റഷ്യ തെളിയിക്കുന്നു. കീവിലെ ജനങ്ങൾ വീണ്ടും ഒരു ദീർഘകാല യുദ്ധഭീതിയിലേക്ക് നീങ്ങുകയാണ്. താൽക്കാലികമായി നഗരത്തിൽ സാധാരണ ജീവിതം തിരിച്ചു വന്നിരുന്നുവെങ്കിലും ഈ പുതിയ ആക്രമണം ജനങ്ങളെ വീണ്ടും ഭയത്തിലാഴ്ത്തിയിട്ടുണ്ട്. നഗരത്തിലെ വൈദ്യുതി ജലവിതരണ ശൃംഖലകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അധികൃതർ പരിശോധിച്ചു വരികയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നാൽ നഗരത്തിലെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കും.
ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഈ സംഭവം വലിയ പ്രതികരണങ്ങൾക്ക് വഴിവെക്കുമെന്നതിൽ സംശയമില്ല. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ റഷ്യയുടെ ഈ ക്രൂരമായ നടപടിയെ ശക്തമായി അപലപിക്കാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ റഷ്യക്കെതിരെയുള്ള പ്രതിരോധം യുക്രൈൻ കൂടുതൽ ശക്തമാക്കുമെന്നാണ് സൂചന. കൂടുതൽ ആധുനികമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ദീർഘദൂര മിസൈലുകളും നൽകണമെന്ന് സെലൻസ്കി പാശ്ചാത്യ സഖ്യകക്ഷികളോട് വീണ്ടും ആവശ്യപ്പെട്ടേക്കാം. റഷ്യയുടെ ഉള്ളിലേക്ക് തിരിച്ചടിക്കാൻ അനുമതി നൽകണമെന്ന യുക്രൈന്റെ ആവശ്യത്തിന് ഈ ആക്രമണത്തോടെ കൂടുതൽ പ്രസക്തിയേറുകയാണ്. റഷ്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ ആക്രമണം വലിയ സ്വാധീനം ചെലുത്തും. യുദ്ധത്തിൽ തങ്ങൾക്കാണ് മേൽക്കൈയെന്ന് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പുടിന് ഇത്തരം വലിയ സൈനിക വിജയങ്ങൾ ആവശ്യമാണ്. കീവിൽ നടന്ന ഈ ഭീകരമായ മിസൈൽ വർഷം റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ വന്യമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ലക്ഷണമാണ്. സമാധാന ചർച്ചകളുടെ എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കിക്കൊണ്ട് കനത്ത നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ടുള്ള റഷ്യയുടെ ഈ മുന്നേറ്റം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പിന്നാലെ യൂറോപ്പിനെയും വീണ്ടും വലിയൊരു അസ്ഥിരതയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. വരും മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാകുന്നതോടെ മാത്രമേ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ.